യുഎസിൽ വ്യോമയാന നിയന്ത്രണം വന്നിരിക്കുകയാണ്. 5000-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കി. അടച്ചിടലിന്റെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടച്ചിടൽ US എയർ ട്രാഫിക് കൺട്രോളിനെ ബാധിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ഐസൺ, ഈ അടച്ചുപൂട്ടൽ ഭീഷണിക്കെതിരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ US-ഒട്ടാകെ നടക്കുകയാണ്. മാത്രമല്ല, ട്രംപ് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധത്തിന് ഈ സംഭവങ്ങളൊക്കെ വഴിവെക്കുന്നുണ്ട്. ഇപ്പോൾ വ്യോമയാന മേഖലയെ കൂടി ഇത് വളരെ ദോഷകരമായി ബാധിച്ചുവെന്ന് വേണോ മനസ്സിലാക്കാൻ? അതീവ ഗൗരവമായി ബാധിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 5000-ഓളം ഫ്ലൈറ്റുകൾ, നമുക്കറിയാവുന്നതാണ്, അമേരിക്ക ഈ സബ്ലൈൻ ഫ്ലൈറ്റുകൾ, അതായത് രണ്ടാം ഘട്ടത്തിലുള്ള ഫ്ലൈറ്റുകൾ, അതായത് പ്രധാന എയർപോർട്ടുകളിൽ നിന്നും മറ്റ് എയർപോർട്ടുകളിലേക്ക് പോകുന്ന ചെറിയ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ വലിയ തോതിൽ സിവിൽ വ്യോമയാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിമാനങ്ങളുടെ സർവീസുകളുമുണ്ട്. അത്തരത്തിൽ 5000-ഓളം ഷെഡ്യൂളുകളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ 5000-ഓളം ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, എയർ ട്രാഫിക് കൺട്രോളിലെ പല തരത്തിലുള്ള ജീവനക്കാരുണ്ടാകും, അതുപോലെ തന്നെ പല അനുബന്ധ സംവിധാനങ്ങളുണ്ടാകും. ഇത്തരത്തിലുള്ള അനുബന്ധ സംവിധാനങ്ങളെ, അതായത് ഒരു എസൻഷ്യൽ സർവീസ് ആണെങ്കിൽ കൂടി ആ സർവീസിന് ലഭ്യമാക്കേണ്ട അനുബന്ധ സംവിധാനങ്ങളിൽ ചില വീഴ്ച വരുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കൂടുതലായുള്ള അടച്ചിടലിനെ തുടർന്നുണ്ടായിരിക്കുന്നു. അതായത് ഒക്ടോബർ 1 മുതൽ അടച്ചിടൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ഇത്രയും ദിവസം, ഓരോ മാസവും ഒരാഴ്ചയും പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സങ്കീർണാവസ്ഥകൾ ആ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വ്യോമയാന സർവീസുകൾ നിയന്ത്രിക്കാനൊരു നിർദ്ദേശം വന്നത്. സ്വാഭാവികമായും യാത്രകളുടെ എണ്ണം കുറഞ്ഞതും എല്ലാം തന്നെ ആ സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ വ്യോമയാന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫ്ലൈറ്റുകൾ റദ്ദാക്കിയത്. ഇപ്പോൾ 4%, ഒരു പക്ഷേ ഇന്ന് തന്നെ 10%-ഓളം ഫ്ലൈറ്റുകളും പിന്നീട് അത് 15-20 എന്ന നിലയിൽ വർദ്ധിപ്പിക്കുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ഈ ഒക്ടോബർ 1 ആരംഭിച്ച അടച്ചിടൽ പ്രതികൂലമായി ബാധിച്ചിരുന്നത് ഈ എസൻഷ്യൽ സർവീസുകളെ, അല്ലെങ്കിൽ അടിയന്തര അവശ്യ സർവീസുകളെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എയർ ട്രാഫിക് കൺട്രോൾ എന്നൊക്കെ പറയുന്ന അതീവ ഗൗരവമേറിയ അടച്ചിടൽ ഭീഷണി ഇപ്പോൾ അമേരിക്കയിൽ വ്യോമയാന മേഖലയെയും ബാധിച്ചിരിക്കുകയാണ്. 5000-ഓളം സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നുവെന്നാണ് ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.